എന്തായാലും പി സി ജോർജിന് വെളിവ് കിട്ടിത്തുടങ്ങിയെന്ന് തോന്നുന്നു. ചാണകം അത്രയ്ക്ക് തലയിൽ കയറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും താൻ ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് അരമനയിലെ വോട്ടെല്ലാം ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയാൻ മാത്രം മഠയനല്ലെന്ന് പി സി ജോർജ് പറഞ്ഞത്. ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയോട് അടുപ്പിക്കുക എന്നതാണ് തൻ്റെ ദൗത്യമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നുമാണ് പി സി ജോർജ് പറയുന്നത്. പാർട്ടി പറഞ്ഞാലേ മത്സരിക്കൂ, പാർട്ടി പറയുമെന്ന് അത്ര ഉറപ്പില്ല. താൻ വന്നതിൻ്റെ ഗുണം കേരളത്തിലെ ബി ജെ പി നേതാക്കളെ ബോധ്യപ്പെടുത്തും. SFIOയുടെ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരും. ചിലർ അകത്താകും. തൻ്റെ മകൻ കാരണമാണ് പിണറായിയുടെയും മകളുടെയും ഉറക്കം നഷ്ടപ്പെട്ടത്. പിണറായിയുടെ ഭാര്യയും മകളും മകനുമെല്ലാം കക്കുകയാണ്. അതിന് കൂട്ടുനിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇവർ വിലക്കെടുത്തുവെന്നാണ് ജോർജ് ആരോപിക്കുന്നത്. കേരളത്തിലെ 200ഓളം RSS BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇതെല്ലാം പിണറായിയുടെ അറിവോടെയാണ്. ഇതിനെയെല്ലാം നേരിടണമെങ്കിൽ ശക്തമായ ഭരണം വരണം. 2 മാസമായി നടക്കുന്ന ചർച്ചയിലൂടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിയിൽ ചേർന്നത്. അതുപോലെ കേരളത്തിലെ റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് പി സി ജോർജ് എന്ന് അനിൽ ആൻ്റണി പറഞ്ഞത് കത്തോലിക്ക വിശ്വാസികൾ പോലും പുച്ഛിച്ചു തള്ളി. പി സി ജോർജ് വിചാരിച്ചാൽ ഒരു കത്തോലിക്കനെയോ ഒരു ക്രൈസ്തവനെയോ അവരുടെ വോട്ട് സ്വാധീനിക്കാൻ പറ്റുമോ? ഇയാളെ വിശ്വസിച്ച് ആരെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ? ഇയാളെ ആരാ വിശ്വസിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനലിലെ ചർച്ചയിൽ അവതാരകൻ ഇക്കാര്യം ചോദിച്ചപ്പോൾ മകൻ ഷോൺ ജോർജ് ഇരുന്ന് വിയർത്തത് എല്ലാവരും കണ്ടതാണ്. പി സി ജോർജിനെ ആര് വിശ്വസിക്കും? ഇടതും വലതും മാണിയും ജോസഫും സ്വന്തം പാർട്ടിയും ഒക്കെ എല്ലാം മാറി മാറി പരീക്ഷിച്ചിട്ടും രക്ഷപ്പെടാതെ വന്നപ്പോഴല്ലേ ഒടുവിൽ ബി ജെ പിയുടെ പാളയത്തിൽ ചെന്നത്. സ്വന്തം കാര്യത്തിന് പോപ്പുലർ ഫ്രണ്ടിനെയും ചൂടാപ്പിയെയും പിന്തുണയ്ക്കുകയും അതുപോലെ തള്ളിപ്പറയുകയും ചെയ്ത പി സി ജോർജിനെ കണ്ടുകൊണ്ട് ഏത് ക്രൈസ്തവൻ കൂടെ ചെല്ലും? ആരെങ്കിലും അടുപ്പിക്കുമോ? ഏതെങ്കിലും മെത്രാൻ തിരിഞ്ഞു നോക്കുമോ? ഇയാളെ ചുമക്കുന്ന ബി ജെ പി കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും. അത്രയേ പറയാനുള്ളൂ.